ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ട്യൂട്ടോറിയൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഓട്ടോക്യാഡ് ട്യൂട്ടോറിയൽ ക്ലാസ്. ഇത് ബേസിക്കലി ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓട്ടോക്യാഡ് 2021 ആണ്. നമ്മൾ ഓട്ടോക്യാഡ് ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനെ ഒരു വെൽക്കം ഏരിയ ആണ് കാണുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റാർട്ട് ഡ്രോയിങ് ഈ ഏരിയയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഓട്ടോക്യാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾക്ക് ഈ ബ്ലാക്ക് ഈ ഒരു ഡ്രോയിങ് സ്പേസ് ഉണ്ടല്ലോ, ഈ ഡ്രോയിങ് ഏരിയയാണ് നമ്മൾ പറയുന്നത് മോഡൽ സ്പേസ്. ഇവിടെയാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ ഈ ഒരു ഐക്കൺ കാണുന്നില്ലേ, ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറേ ടൂൾസ് കാണാം. ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പബ്ലിഷ്, പ്രിൻ്റ്. ഓക്കെ, ഈ നമുക്ക് കുറേ ടൂൾസ് കാണാം. ഈ സെയിം ടൂൾസ് തന്നെയാണ് ഈ മേലെ കൊടുത്തേക്കുന്നത്. ന്യൂ, ഓപ്പൺ, ഓക്കെ, സേവ്, സേവ് ആസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടൂൾസിനെ നമ്മൾ ക്വിക്ക് അസസ് ടൂൾസ് എന്നാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കുന്നതിന് അസസ്സിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ടൂൾസ് കൊടുത്തിരിക്കുന്ന ഈ ഏരിയ നമ്മൾ റിബൺ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഡ്രോയിങ് ടൂൾസ് ഉണ്ട്, മോഡിഫൈ ടൂൾസ് ഉണ്ട്, അനോട്ടേഷൻ ടൂൾസ് ഉണ്ട്, ലേയേഴ്സ് ടൂൾസ് ഉണ്ട്. അങ്ങനെ ഇവിടെ കുറേ ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടൂൾസിൻ്റെ പേരാണ്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. അതായത് ലൈന്, പോളി ലൈന്, സർക്കിള്, ആർക്ക്. ഇവിടെ തന്നെ നല്ല റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, പോളിഗൺ വരുന്നുണ്ട്, ആർക്ക് വരയ്ക്കുന്നത്, ഹാച്ച് വരയ്ക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഡ്രോ ചെയ്തതിന് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മോഡിഫൈ ടൂൾസ് ഉണ്ട്. പിന്നെ അനോട്ടേഷൻ, അതായത് മെഷർമെൻറ്റ്, ടെക്സ്റ്റ് ഇതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി. പിന്നെ ലെയേഴ്സ്, നമ്മൾ ഓട്ടോക്യാഡിൽ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ലെയേഴ്സ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഒരു ചെറിയ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതുപോലല്ല, നമ്മൾ വലിയ വലിയ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതായത് അല്ലെങ്കിൽ ഇപ്പം എല്ലാ ലൈനിലും നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ ഈ ലെയേഴ്സ് വെച്ച് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതുമല്ല, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ലെയേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ ബ്ലോക്ക്, പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ് നമുക്ക് ലൈനിൻ്റെ വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ലൈനിൻ്റെ കളറ്. ഇവിടെ കണ്ടോ, നമുക്ക് ലൈനിൻ്റെ വെയിറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ലൈനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാനും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു ഓട്ടോക്യാഡ് ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെക്കണം. സെറ്റിങ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ യൂണിറ്റ് സെറ്റിങ്സ് ആണ്. യൂണിറ്റ് സെറ്റിങ്സിന് നമ്മൾ ഷോർട്ട് കീ എന്ന് പറയുന്നത് UN എൻ്റർ. ഓക്കെ, നമുക്ക് ലെങ്ത് ഏത് ടൈപ്പിലാണ്, നമുക്ക് സാധാരണ നമ്മൾ ഡെസിമലിലാണ് വരയ്ക്കുന്നത്. ആർക്കിടെക്ചർ വരുമ്പോൾ നമുക്ക് ഇഞ്ചസിലൊക്കെയാണ് പ്രിസിഷൻ വരുന്നത്. ഓക്കെ, എൻജിനീയറിങ് സെയിം ഇഞ്ച് ആൻഡ് ഫൂട്ടിൽ വരും. ഫ്രാക്ഷനിലാകുമ്പോൾ ഇങ്ങനെ 1/ലാണ് വരുന്നത്. സയൻറ്റിഫിക് വരുമ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഡെസിമലാണ് യൂസ് ചെയ്യുന്നത്. പ്രിസിഷൻ നമുക്ക് 0 ആയിട്ട് കീപ്പ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ ആണെങ്കിൽ ഇൻസേർഷൻ സ്കെയിൽ നമ്മൾ ഏത് യൂണിറ്റിലാണോ നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ. അതേപോലെ നമുക്കിപ്പോൾ ഒരു ഡ്രോയിങ് വരച്ചിട്ട് അത് നമുക്ക് 3ds Maxൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏതിലാണോ ചെയ്യേണ്ടത് സെയിം ആ യൂണിറ്റിൽ തന്നെ വേണം. അതാണ് ഇൻസേർഷൻ, യൂണിറ്റ് ടു സ്കെയിൽ ഇൻസേർട്ടഡ് കണ്ടൻറ്റ്. ഓക്കെ, നമുക്ക് 3ds Maxൽ ഏതിലാണോ വേണ്ടത് ആ സെയിം യൂണിറ്റ് തന്നെ വേണം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിമിറ്റ്. ലിമിറ്റ്സിന് നമ്മൾ LIM. ഓക്കെ, LIM എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്നത് സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഓക്കെ, ലോവർ ലെഫ്റ്റ് കോർണർ എപ്പോഴും 0,0 ആയിരിക്കും. അപ്പർ റൈറ്റ് കോർണർ നമുക്ക് എത്ര ഏരിയയിലാണോ ഡ്രോയിങ് വേണ്ടത് ആ ഒരു ഏരിയ കൊടുക്കുക. ഇവിടെ ഞാൻ 210
297 എന്ന് കൊടുത്തു. ഇതിപ്പോൾ ഒരു A4 സൈസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ലിമിറ്റ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ LIM എൻ്റർ, ഇവിടെ നമ്മൾ ഓൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഏരിയയിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതേസമയത്തിന് ഇപ്പോൾ LIM എൻ്റർ, ഇത് ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ, ലിമിറ്റ് ഓഫ് ചെയ്തു. ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുവാണ്. ഡയമെൻഷൻ നമുക്ക് ഒരു 210 by 297. ഓക്കെ, കൊടുത്തു. എന്നിട്ട് ഞാൻ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പോവാം. അതായത് എനിക്ക് ഇതിപ്പോൾ ഒരു A4 സൈസാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഈ ഒരു സൈസിനകത്ത് എനിക്ക് ഡ്രോയിങ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ LIM എൻ്റർ, ലിമിറ്റ് സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണറല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു. അപ്പർ റൈറ്റ് കോർണർ ഇതും സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ലിമിറ്റ് ഓൺ ചെയ്തിടണം. ഓൺ ചെയ്തിടുകയാണെങ്കിൽ ഇപ്പോൾ ലിമിറ്റ് സെറ്റായിട്ടുണ്ട്. എനിക്ക് ഇനി എന്ത് ഡ്രോയിങ് വരച്ചാലും എനിക്ക് ഈ റെക്റ്റാങ്കിളിനകത്തേ എനിക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കാണിക്കാം. ഓക്കെ, കണ്ടോ? എനിക്ക് ആ റെക്റ്റാങ്കിളിൻ്റെ ഔട്ട് സൈഡ് എനിക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല, കാരണം ഞാൻ അവിടെ ലിമിറ്റ് കൊടുത്തിട്ടില്ല. അതേസമയത്തിന് എനിക്ക് ഇൻസൈഡ് വരയ്ക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ലിമിറ്റ് ഞാൻ ഓഫ് ചെയ്ത് കാണിക്കാം. LIM ഓഫ്. ഇനി എനിക്ക് ഔട്ട് സൈഡ് വരയ്ക്കാൻ കഴിയും. ഓക്കെ, ഈ ലൈൻ വരച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എസ്കേപ്പ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഓൾ.